കോട്ടയം കൂരോപ്പട പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം നടന്നത് തീപാറും പോരാട്ടമായിരുന്നു. ഇവിടെ നടന്ന തിരഞ്ഞെടുപ്പിൽ ഭരണം ലഭിച്ചത് UDF-നായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കഴിഞ്ഞ ദിവസം നടന്ന തിരഞ്ഞെടുപ്പിൽ UDF-നും LDF-നും 7 വോട്ട് വീതമാണ് ലഭിച്ചത്. ഇതോടെ പ്രസിഡന്റിനെ നറുക്കിട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു. UDF-ന് അനുകൂലമായി നറുക്കു വീണതോടെ കോൺഗ്രസ് അംഗം അമ്പിളി മാത്യു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 17 അംഗ കൂരോപ്പട പഞ്ചായത്തിൽ 7 അംഗങ്ങളുള്ള LDF ആയിരുന്നു ഭരിച്ചിരുന്നത്. ഇടതുമുന്നണിയിലെ ധാരണ പ്രകാരം പ്രസിഡന്റ് ഷീല ചെറിയാൻ രാജിവെച്ചതോടെയാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നത്. CPI-യിലെ ദീപ്തി ദിലീപ് ആയിരുന്നു LDF സ്ഥാനാർത്ഥി. കൂരോപ്പടയിൽ UDF-ന് 6ഉം NDA-ക്ക് 4ഉം അംഗങ്ങളാണുള്ളത്. NDA-യിലെ BDJS അംഗം ആശാ ബിനുവാണ് UDF-ന് വോട്ട് ചെയ്തത്. BJP അംഗങ്ങൾ ആർക്കും വോട്ട് ചെയ്തില്ല. അതേസമയം UDF NDA അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ നേർസാക്ഷ്യമാണ് കൂരോപ്പടയിൽ കണ്ടതെന്നാണ് LDF പറയുന്നത്. BDJS കോൺഗ്രസുമായി സഖ്യം ചേർന്നതാണ് എന്നും അതിന്റെ ആലോചനകൾ പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിലാണ് നടന്നത് എന്നും CPI നേതാവ് ദീപ്തി ദിലീപ് പ്രതികരിച്ചിരുന്നു. പുതുപ്പള്ളിയിലെ ചാണ്ടി ഉമ്മന്റെ വസതിയിൽ വെച്ചും പ്രാദേശികമായി പല വീടുകളിലിരുന്നും പലതവണ ചർച്ച നടന്നിരുന്നുവെന്നാണ് അവർ പറയുന്നത്. പുതുപ്പള്ളി ഉപതിരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും BDJS-ന് വേണ്ടി പ്രവർത്തിച്ചയാളാണ് ആശാ ബിനു എന്നും തുഷാർ വെള്ളാപ്പള്ളി കൂരോപ്പട പഞ്ചായത്തിൽ സന്ദർശിച്ച എല്ലാ ദിവസങ്ങളിലും അദ്ദേഹത്തിന്റെ കൂടെ ആശ ഉണ്ടായിരുന്നുവെന്നും അവർ എടുത്തു പറഞ്ഞു. BDJS മഹിളാ ജില്ലാ ജനറൽ സെക്രട്ടറിയായി അടുത്ത കാലത്താണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടത്. അതേസമയം BDJS അംഗത്തിന്റെ പിന്തുണ അപ്രതീക്ഷിതമായിരുന്നുവെന്നാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അമ്പിളി മാത്യു പ്രതികരിച്ചത്. 2010 മുതൽ 15 വരെ അമ്പിളി മാത്യു ആയിരുന്നു കൂരോപ്പട പഞ്ചായത്ത് പ്രസിഡന്റ്. എന്നാൽ UDF-ന് നൽകിയ പിന്തുണ സംബന്ധിച്ച് ആശാ ബിനു വ്യക്തമായ മറുപടി നൽകിയില്ല. താൻ സ്വതന്ത്രയായിട്ടാണ് മത്സരിച്ചത് എന്നും പഞ്ചായത്ത് വെബ്സൈറ്റിലെല്ലാം തന്റെ പേരിന് നേർക്ക് സ്വതന്ത്ര എന്നാണ് ഉള്ളതെന്നുമാണ് ആശ പ്രതികരിച്ചത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പോട് കൂടിയാണ് BDJS-ന്റെ പ്രവർത്തനത്തിലേക്ക് വന്നത് എന്നും BJP-യെ പിന്തുണച്ചിരുന്നെങ്കിലും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ആശ ചൂണ്ടിക്കാട്ടിയിരുന്നു. കോൺഗ്രസ് പിന്തുണ തേടി സമീപിച്ചിരുന്നു എന്നത് ശരിയാണ് എന്നും ആശാ ബിനു പറഞ്ഞു. നേരത്തെ BDJS അംഗത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ ശ്രമം നടത്തിയതായി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ എതിർപ്പുണ്ടായിരുന്നു. മുൻ പ്രസിഡന്റുമാരുൾപ്പെടുന്ന 4 വനിതകൾ കോൺഗ്രസിലുണ്ടെന്നതിനാൽ പുറത്തുനിന്ന് ആരെയും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കേണ്ട എന്നായിരുന്നു ഇവരുടെ വാദം. ഇതിനു പിന്നാലെയാണ് അമ്പിളി മാത്യുവിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത്. അതേസമയം UDF NDA അവിശുദ്ധ കൂട്ടുകെട്ടിന് പിന്നിൽ ചാണ്ടി ഉമ്മനാണ് എന്ന് CPM-ഉം ആരോപിക്കുന്നുണ്ട്. 3 ദിവസമായി ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിൽ നടത്തിവന്ന അവിശുദ്ധ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 3.5 വർഷക്കാലമായി LDF ഭരണ സമിതിക്കെതിരായി നടത്തിവന്ന രഹസ്യ അവിശുദ്ധ കൂട്ടുകെട്ട് പരസ്യമായി പുറത്തുവന്നത്. തോൽവി അംഗീകരിച്ച് ക്രിയാത്മക പ്രതിപക്ഷമായി LDF മെമ്പർമാർ പ്രവർത്തിക്കുമെന്നാണ് CPM പ്രതികരിച്ചിരിക്കുന്നത്.